കിങ് ആൻഡ് ക്വീൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ കലക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത് ഹോർലിക്സ് ആണ്. അപ്പോൾ ഹോർലിക്സ് എങ്ങനെ തയ്യാറാക്കിയെന്ന് അറിയണ്ടേ? ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഹോർലിക്സ് ആണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും കടയിൽ പോയി വാങ്ങിക്കത്തില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ റെസിപ്പി എന്താണെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വരാം. ഞാൻ വരെ ഞെട്ടിപ്പോയി. അപ്പം ഹോർലിക്സ് കളിക്കുന്നുണ്ടോ എന്ന് കുടിച്ചു. വെറുതെ കടയിൽ നിന്നൊക്കെ ഒരുപാട് ഹോർലിക്സ് ഒക്കെ വാങ്ങിച്ച് ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അറിയുന്നത് ഇത് വീട്ടിലുണ്ടാക്കാൻ. അപ്പൊ ഇതിനകത്ത് ചേരുന്ന കാര്യങ്ങൾ നിസ്സാര കുറച്ച് കാര്യങ്ങളും അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. കടയിൽ നിന്ന് വാങ്ങിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളത് നമുക്ക് പോയി കണ്ടിട്ട് വരാം. നമ്മൾ ആദ്യം ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഞാനിപ്പോൾ ഈ തവിയിലൊരു ഇത്ര ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലപോലെ എണ്ണയിലല്ല കേട്ടോ, അല്ലാതെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മുടെ ഗോതമ്പ് പൊടി ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. അപ്പൊ ഈ സമയം വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. പിന്നെ ഇത് ബ്രൗണിലോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ കരിയാനുള്ള ചിലപ്പം പാത്രത്തിന്റെ ചൂടുകൊണ്ട് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെച്ചോണ്ടിരിക്കേണ്ട പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് മാറ്റണം. ഇതിപ്പോ നല്ല ബ്രൗൺ കളറായി, ഇതിൽ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്കിനി ബാക്കി ഇതൊന്ന് അടുപ്പിൽ നിന്ന് എടുത്തിട്ട് ആറാനായിട്ട് വെക്കും. നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ മറ്റേ പാത്രത്തിൽ ഇരുന്നിട്ട് ഇത് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ആറാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നമ്മുടെ മിക്സിംഗ് ബൗളായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുവാണ് പിന്നീട് ഉള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് വരാം. നമ്മളിപ്പോൾ ഇത് വറുത്തെടുത്ത ഗോതമ്പൊടിയാണ്. അപ്പം അതിന് എത്രയാണോ നമ്മൾ ഗോതമ്പൊടി എടുക്കുന്നത് സെയിം അളവിൽ തന്നെ നമുക്ക് പാൽപ്പൊടിയും ചേർക്കണം. ഈ ഗോതമ്പൊടി ഒന്ന് കറക്കിയെടുക്കാം. ജസ്റ്റ് ഇത്രയും മതി, ഓവറായിട്ട് കറക്കണ്ട, കാരണം ഇത് ഓൾറെഡി പൊടിച്ച പൊടിയാണല്ലോ. ഇത് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത പാൽപ്പൊടിയാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ എത്ര ഗോതമ്പൊടിയാണോ എടുത്തത് അത്രയും അളവിൽ തന്നെ പാൽപ്പൊടി ഇതിനകത്ത് ചേർക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഇത് ഒരു സെയിം അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, സെയിം അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എടുത്ത അളവിൻ്റെ നേരെ പാതി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അത് വലിയതായിട്ട് പൊടിക്കേണ്ട, ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്താലും മതിയാവും. പിന്നെ ഇതിന് നമ്മളിപ്പോൾ സാധാ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി ഇതിന് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഗോതമ്പ് പൊടിയല്ല, ഗോതമ്പായിട്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടും. അത് നല്ല വൃത്തിക്ക് കഴുകി ഉണക്കി അതാദ്യം ചീനച്ചട്ടിയിൽ വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം അതിങ്ങനെ വറുക്കുമ്പോൾ പൊട്ടുന്ന സൗണ്ട് കേൾക്കും. ആ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോഴാണ് അതിൻ്റെ പരുവമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളത് തണുക്കാൻ വെക്കുക. ഇതുപോലെ മിക്സിയിൽ എടുത്തിട്ട് പൊടിച്ച് അരിച്ചെടുത്തു കഴിഞ്ഞാൽ സെയിം ഗോതമ്പ് പൊടിയാവും. അപ്പോൾ അങ്ങനെയും കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ആ ഗോതമ്പൊന്ന് ദൈവത്തെ ഓർത്താലും കളയരുത്. അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഹോർലിക്സ് ഉണ്ടാക്കി എടുക്കാമെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഹോർലിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ബദാം, കാഷ്യൂനട്ട്, കപ്പലണ്ടി ഇതൊക്കെ ചേർത്തിട്ട് വെറുതെ ഒന്ന് വറുത്തിട്ട് പൊടിച്ച് ഇതിനകത്ത് ചേർത്ത് അങ്ങനെ മിക്സ് ചെയ്യുവാണെങ്കിൽ ഇതിലും ടേസ്റ്റി ആയിരിക്കും. പിന്നെ കടയിൽ കിട്ടുന്ന പോലെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇതെന്തായാലും തീർച്ചയായിട്ടും ഇത് പാലിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പം ഇഷ്ടപ്പെടും. ശ്രദ്ധിക്കേണ്ട കാര്യം പാൽപ്പൊടിയുടെ അളവും ഗോതമ്പ് പൊടിയുടെ അളവും സെയിം ആയിരിക്കണം. ഇപ്പോൾ പാൽപ്പൊടി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള റെസിപ്പി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ. അത് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്യുക. ഇപ്പോൾ ഒത്തിരി പേര് ലോക്ക്ഡൗണിൽ വീട്ടിൽ ഇരുന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഹോർലിക്സ് ഒക്കെ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടും പാല് കൊണ്ടും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ, പാലല്ല പാൽപ്പൊടി, പാല് മതി, പാലിൽ നിന്ന് പാൽപ്പൊടി ഉണ്ടാക്കിയിട്ടാണെങ്കിലും നമുക്കിത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം.
അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.